ഹലോ കൂട്ടുകാരെ, നമസ്കാരം. എൻ്റെ നാട് രാമനാട്ടുകരയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 100 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള നമ്മുടെ കോളേജ് റോഡിലെ കൊശോരങ്ങാടിയിലെ ദാസേട്ടൻ്റെ ചായക്കടയുടെ സ്നേഹമൂറുന്ന ചായയുടെയും പുട്ടിൻ്റെയും പൂളക്കറിയുടെയും ഒക്കെ കൊതിയൂറുന്ന കഥയാണ്. ആ ഒരു കഥയിലേക്ക്. രാമനാട്ടുകരക്കാർക്ക് ദാസേട്ടനെയോ അദ്ദേഹത്തിൻ്റെ ഭക്ഷണ വിഭവങ്ങളെയോ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടതില്ല. എങ്കിലും അദ്ദേഹം സ്നേഹത്തോടെ ഉണ്ടാക്കിത്തരുന്ന നിറ ഗ്ലാസുകളിലെ ചായയ്ക്കും ആവി പറക്കുന്ന മുളംകുറ്റിയിലുണ്ടാക്കിയ പുട്ടിനും ഈ ലോകത്തോട് കുറച്ച് നന്മയുടെ കഥകൾ പറയാനുണ്ട്. ഏത് ക്ഷീണിച്ചവനെയും ഉന്മേഷവാന്മാരാക്കി മാറ്റുന്ന, അവരുടെ വയറും മനസ്സും നിറയ്ക്കുന്ന പ്രത്യേകതകൾ നിറഞ്ഞ ഒരു ചേർത്ത് പിടിക്കലിൻ്റെ കഥ. ദാസേട്ടൻ്റെ പൂളക്കറിയും പുട്ടും കഴിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേരുന്നത് ഈ നാട്ടിലെയും പുറത്തുള്ള നാടുകളിലെയും ധാരാളം ആളുകളാണ്. LPG ഗ്യാസ് അടുപ്പോ കറണ്ടോ പേടിഎം ഇടപാടുകളോ ഇല്ലാതെ തന്നെ ഈ ആധുനിക കാലത്ത് ഒരു ചായക്കട നിറഞ്ഞ സദസ്സിൽ കയ്യടികൾ നേടി പ്രവർത്തനം തുടരുന്നത് ഏറെ അത്ഭുതത്തോടു കൂടിയാണ് ഞാൻ നോക്കിക്കാണുന്നത്. അച്ഛൻ്റെ മരണ ദിവസം അമ്മ ജീവിക്കാൻ വേണ്ടിയിട്ട് മക്കളെ പോറ്റാനുള്ള ഇതിൽ അമ്മ തുടങ്ങി. അമ്മൻ്റെ കാലം കഴിഞ്ഞാൽ ഞാൻ നാടൻ പണിക്കാരനായിരുന്നു. തലയിൽ ചെമ്പട എടുക്കണ പണിയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അമ്മ മരിച്ചപ്പോൾ ഞാൻ മുട്ടുംകാലൊക്കെ വേദനയപ്പോൾ സ്വന്തമായിട്ട് ഇവിടെയാണ് കൂടി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വേറെ ഒരാളില്ലാത്തതുകൊണ്ട് ഞാനിരുമ്പിൽ കൂടി കച്ചവടമായിട്ട് തുടങ്ങിയാണ്. സാധാരണക്കാരിൽ നാടൻ ചായയും പുട്ടും പൂളക്കറിയാണ് പ്രധാനം. അതുകൊണ്ട് 10 മണിക്ക് വരുന്ന പണിക്കാർക്ക് വിശപ്പടക്കണാതിയുള്ള ഭക്ഷണം, ചെറിയ പൈസയുള്ളൂ. പിന്നെ നമ്മളെ സ്നേഹിക്കുന്ന കുറേ ആൾക്കാരും ഒരു നാട്ടു കൂട്ടായ്മ, പ്രായമുള്ളവരും പ്രായം കുറഞ്ഞവരും കൂടിയായിട്ടുള്ളൊരു നാട്ടു കൂട്ടായ്മ, പഴയ കഥകളും പറഞ്ഞിട്ടുള്ളൊരു ഏർപ്പാടായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. ഇതിൻ്റെ ഈ പീഡിയൻ്റെ ചരിത്രം പറഞ്ഞാൽ 1921 തുടങ്ങിയതായി ഷോപ്പ്. ഇരുമ്പ് പറക്കാൻ തുടങ്ങി ഈ ലോകത്ത്. ഇന്ന് വരെ ഇവിടെ ഒരു പുരോഗതി ഉണ്ടായിട്ടില്ല. അന്ന് തൊട്ടേ ഇതാണ് പൂളക്കറിയും പുട്ടും. അത് ഇന്നും മാറില്ല. ഈ ചരിത്രം അത് ജനങ്ങളിങ്ങനെ വന്നു പെടുക. ആയുർവേദ പുട്ടും കറിയാണ് കൊടുക്കുന്നത്. അതിന് മാറ്റം വരും. ഇനിയിപ്പോൾ ഒരു 100 കൊല്ലം കഴിഞ്ഞാൽ ഇതിന് മാറ്റം വരില്ല. ഇത് തലമുറകളായിട്ട് കൈമാറിക്കൊണ്ട് വരുന്ന ഒരു സംഭവം. അതിന് ഒരു മാറ്റം വരുത്തരുതെന്ന് നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെ തന്നെ നിലക്കെട്ടത്. കുട്ടിക്കാലത്ത് നമ്മളെ കാണുന്നത് വലിയ അച്ഛൻ ചായക്കച്ചവടമാണ് ഇതില്. പിന്നെ അച്ഛൻ്റെ കാലശേഷം അമ്മ ചെയ്ത്, അമ്മൻ്റെ കാലശേഷം ബബ്ബൻ ചെയ്യണ്. അങ്ങനെ ഒരു പൂർവീകമായിട്ടുള്ളൊരു ചായക്കച്ചവടമാണ് ഇത്. ആസ്ഥാനത്ത് പിടിച്ച ചായ നല്ലൊരു നാടൻ ചായ ആയിട്ട് കുടിക്കുക. കാരണം കിട്ടമല്ലാത്തൊരു ചായ ആയിട്ട് കുടിക്കുക എന്നുള്ളൊരു വിശ്വാസത്തിലാണ് വരുന്നത്. നല്ല നാടൻ പുട്ടും ചായ. എനിക്ക് ഒരു 78 വയസ്സായി. ആ 78 ഒരു 10 വയസ്സ് മുതൽക്ക് ഞാൻ ഈ പീഡിയയിൽ വരുന്നതാണ്. അപ്പോൾ ഇവിടെ എത്ര ഒരു നല്ലപോലെ വന്ന് ഇരിക്കും ചെയ്യുക. പിന്നെ ലോകത്തിലുള്ള എല്ലാ കാര്യവും ഇവിടെ വന്നാൽ അറിയാം. പേപ്പർ വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാ വിവരം അറിഞ്ഞ ആൾക്കാരാണ് വരിക. അപ്പോൾ അതുകൊണ്ട് പണിക്ക് പോകാത്ത ദിവസം, ഇപ്പോഴും ഞാൻ പണിക്ക് പോകാത്ത ദിവസം ഇവിടെ വന്നിങ്ങോട്ട് കുറച്ച് നേരം ഇരിക്കും. കാരണം പേപ്പർ വായിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ അറിയണമാതിരി ലോകത്ത് എവിടെ അറിയില്ല. എല്ലാ കാര്യങ്ങളും ഇവിടെ അറിയാം. പിന്നെ ഇവിടുത്തെ ചായയും നല്ലൊരു ചായ കിട്ടും, നല്ലൊരു പെട്ടും കിട്ടും. പൈസ കൊടുത്തില്ലെങ്കിലും ഒന്നും പറയില്ല. അപ്പം അങ്ങനത്തെ ഒരു പീടിക ആയതുകൊണ്ടാണ് അധികം വരുന്നത്. ഇവിടെ ഒരു സേവനം കൂടിയ വലിയ ക്ലാസ്സിൽ ചായക്കാണെങ്കിൽ 10 ഉറുപ്പ്യ ഉള്ളൂ. എൻ്റെ അമ്മ, അച്ഛൻ എല്ലാവരും കച്ചവടം ചെയ്തൊരു പീടിക. അക്കാലം മുതൽക്ക് എനിക്കും പരിചയമുണ്ട്. ഒരു 100 കൊല്ലത്തിൻ്റെ മേലെ പഴക്കമുള്ള പീടിയാണ്. ഇപ്പോഴത്തെ ന്യൂ ജനറേഷന് അൽഫാം, മന്തി, പിന്നെ ബ്രോസ്റ്റഡ് അതൊക്കെയാണ് അധികം ഇഷ്ടമുള്ളത്. നമ്മളിത് 46 വയസ്സായി എനിക്ക്. പക്ഷെ എന്നാലും ഇത്രയും വർഷത്തിൻ്റെ ഇടയിൽ ഇപ്പോൾ ചെറുപ്പം മുതലേ ഫാദറിൻ്റെ കൂടെ ഒക്കെ ഇവിടെ വന്ന് കഴിക്കുന്നതാണ്. ഇപ്പോഴും ആ ഒരു ശീലം ഇവിടെ ഉണ്ട്. അങ്ങനെ നമ്മളിപ്പോഴും ആ നിലനിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് രാവിലെ വന്നൊരു സൗഹൃദം. അതാണ് ഏറ്റവും പിന്നെ എല്ലാവരും പരിചയപ്പെടാൻ കഴിയും. ഞാൻ പുറത്തുള്ള ഒരാളായതുകൊണ്ട് ഇവിടെ വന്ന് നാട്ടുകാരൊക്കെ പരിചയപ്പെടാൻ നല്ലൊരു ബന്ധം സ്ഥാപിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ചായൻ്റെ ടേസ്റ്റിൻ്റെ അഡിക്റ്റായിപ്പോയി. ഇപ്പം നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഉള്ള ചായനേക്കാൾ നമുക്ക് പ്രധാനം ഈ ചായ. ഞായറാഴ്ച തുറക്കില്ല. അന്നൊരു വലിയൊരു തുറന്നില്ലെങ്കിൽ വലിയൊരു ഇതാണ്. അപ്പോൾ എല്ലാവരും എല്ലാ വാർത്തകളും, നാട്ടിലെ മുഴുവൻ വാർത്തകളും കിട്ടുന്ന ഒരു സ്ഥലമാണ്.
അതോടൊപ്പം തന്നെ നല്ല ഒരു സ്പെഷ്യൽ പൂളക്കറിയുണ്ട്. ആ പൂളക്കറിയുടെ പ്രത്യേകത വേറൊന്നും ഇല്ലാതെ പൂളയും വെള്ളം അല്ലേ മുളകും അത് മാത്രമായിട്ടൊരു സ്പെഷ്യൽ, അതിവിടെ മാത്രമേ കാണൂ പൂളക്കറിയും. പുട്ടിൻ്റെ പ്രത്യേകത എന്താണ്? പുട്ട് നാടൻ പുട്ടാണ്. അതാണ് എല്ലാവരെയും ഇവിടേക്ക് ഇതാക്കുന്നത്. പിന്നെ ദാസേട്ടൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഒരാൾ വെള്ളം കുടിക്കാൻ വന്നാൽ ഒരു ചെറിയ ഗ്ലാസ് കൊടുക്കാൻ പോരാതെ എല്ലാവർക്കും ഒരു എന്താ പറയുക ദാഹം അല്ലെങ്കിൽ ഇത് വിശപ്പ് മാറുന്ന വരെ കൊടുക്കുക എന്നുള്ളൊരു ഇതാണ്. അത് നല്ലൊരു ഇതായിട്ടാണ് തോന്നുന്നത്. പുട്ടുംകുറ്റിയിൽ തയ്യാറാക്കിയ പുട്ട് വരട്ടെ, പപ്പടം പൂള ആയിട്ടുണ്ടാവില്ല അല്ലേ? ദാസേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവർക്കും നല്ല അഭിപ്രായം തന്നെയാണ്. രാവിലത്തെ ഒരു ചായ, അപ്പോൾ വീട്ടിൽ ചായ ഉണ്ടാക്കിയാലും ഇവിടുത്തെ ചായക്ക് വേണ്ടിയിട്ട് ഞാൻ സ്ഥിരമായിട്ട് വരുന്ന ഒരാളാണ്. പിന്നെ പ്രത്യേകിച്ച് പറയാനെന്ന് വെച്ചാൽ ഇവിടെ വന്ന് ഇവിടെ അനുഭവിക്കണം ഇവിടുത്തെ ഈ ചായയും പൂളക്കറിയുണ്ട്. അത് ഇപ്പോഴത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ പ്രത്യേക ഒരു വൈബാണ്. ഇതിനിടയ്ക്ക് ഭക്ഷണമുണ്ടാക്കാൻ ദാസേട്ടനെ സഹായിക്കുന്ന അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരെയും കാണാൻ കഴിഞ്ഞത് ഏറെ കൗതുകമുണർത്തി. രാവിലെ ഇവിടെ നിന്ന് ഒരു ചായ കുടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വൈബുള്ള ഒരു കാര്യമാണ്. പിന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് പോകുന്നുണ്ട്. പഴമ നമുക്കൊക്കെ ഓർമ്മിക്കാനും പിന്നെ ചരിത്രം ഉറങ്ങുന്ന രീതിയിലുള്ള പല ആൾക്കാർ കൊണ്ടുള്ള ഒരു സംസാര രീതി കാര്യങ്ങളൊക്കെ വളരെ മനോഹരമാണ്. എല്ലാവർക്കും നല്ലൊരു ഉഷാറാണ് പോലെ. നമ്മൾ ദാസേട്ടൻ്റെ ചായപ്പീട ഇതൊരു ലഹരിയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഈ കഞ്ചാവും MDMA നല്ല ലഹരി, ഇത് വല്ലാത്തൊരു സ്നേഹത്തിൻ്റെ ലഹരിയാണ്. അത് നമ്മളെ ദാസേട്ടൻ്റെ കൈ കൊണ്ട് തന്നെ രാവിലെ കിട്ടിയാൽ അത് വല്ലാത്തൊരു വർക്കത്ത്. നമ്മളെ വീടൊക്കെ ഇവിടെ അടുത്ത് തന്നെയാണ്. രാവിലെ വീട്ടിൽ ചായ ഉണ്ടാക്കാത്ത ആൾക്കാരൊന്നുമല്ല, പക്ഷേങ്കിൽ ദാസേട്ടൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കുന്ന ചായയും അത് പുട്ടും കിട്ടിയാൽ നമ്മളെ തട്ടത്തും മറയത്തിലൊരു ഡയലോഗുണ്ട്, സാറേ പിന്നെ ഒന്നും കാണൂല അറിയില്ലേ എന്ന രീതി രാവിലെ കിട്ടാഞ്ഞാലൊരു പൂജടാ, അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും വേണ്ട ഒരു ഉച്ച വരെ. ഇവിടെ ഒരു കാര്യമുള്ള ഒരു 100 പ്ലേറ്റ് വന്നാൽ ഇപ്പോൾ ഞങ്ങൾ നാളെ പൈസ അങ്ങനെ ഉഷാറാക്കി കഴിച്ചു പോവാം. രാമനാട്ടുകരയിലെ വിശേഷങ്ങൾ മുതൽ ന്യൂയോർക്കിലെ തെരഞ്ഞെടുപ്പ് വരെ ഈ ഇരുന്ന ഇരിപ്പിൽ ഇവിടെ ചർച്ച ചെയ്തു. പഴയ കാലത്ത് കടുങ്ങോഞ്ചോറ എന്ന് പറഞ്ഞ അങ്ങാടി നമ്മളെ രാമനാട്ടുകരയ്ക്ക് കടുങ്ങോഞ്ചോറ എന്ന് പറഞ്ഞ അങ്ങാടി എന്നുള്ള പേര് കഴിഞ്ഞാൽ ഇവിടെ കൊത്തോരം അങ്ങാടിക്ക് വളരെ പൈതൃകമുള്ള ഒരു ഏരിയ ആണ് ഇവിടെ എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽക്ക് കുറേ ചെറുപ്പക്കാർ, അതുമാതിരി കുറേ കാരണന്മാർ 55, 70, 80 വയസ്സായ 16 വയസ്സ് മുതൽക്കുള്ള കുട്ടികൾ, ഈ പിന്നെ എല്ലാ സമുദായക്കാരും. അതിനൊരു പ്രത്യേകത, രാവിലെ ഇവിടെ വന്നാൽ ഒന്ന് സലീമേന്ന് വിളിക്കുക, അല്ലെങ്കിൽ ഒന്ന് രാധാകൃഷ്ണ വിളിക്കുക, കൃഷ്ണ വിളിക്കുക, അല്ലെങ്കിൽ ഒന്ന് മുഹമ്മദെ വിളിക്കുക. അതന്നെ ഇവിടുത്തെ ഒരു ജനാധിപത്യ രീതിയിൽ ഞങ്ങൾ ഒരു കുടുംബൈക്യം മാതിരി നടന്നു പോണ ഒരു ഏരിയ, ഒരു പീടിയും കൂടിയാണ് ഇവിടെ. രാവിലെ 5 മണിക്ക് ആരംഭിക്കുന്ന ദാസേട്ടൻ്റെ ചായക്കട ഉച്ചയോടെ പ്രവർത്തനം നിലയ്ക്കും. ഇതിനിടയ്ക്ക് 100 കണക്കിന് ആളുകൾ ഈ പരിമിതമായ സ്ഥലത്ത് ഇരുന്ന് ഭക്ഷണം കഴിച്ച് തമാശകൾ പറഞ്ഞ് നിറമനസ്സോടെ പിരിഞ്ഞു പോകും. കൊച്ചുകുട്ടികളായ സ്കൂൾ വിദ്യാർത്ഥികൾ മുതൽ 90 വയസ്സായ മുതിർന്ന ആളുകൾ വരെ ഇവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ദാസേട്ടൻ്റെ അരികിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അവരെയെല്ലാം ചിരിച്ച മുഖവുമായി ദാസേട്ടനും അദ്ദേഹത്തിൻ്റെ സഹായികളും സ്വീകരിക്കും. ഇതിനിടയ്ക്ക് ഈ പുട്ടും പൂളക്കറിയും പപ്പടവുമൊക്കെ മിക്സ് ചെയ്ത് ഞാനും ഒന്ന് കഴിച്ചു നോക്കി. രുചിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസിനും തയ്യാറാകാത്ത ദാസേട്ടൻ്റെ ഭക്ഷണ വിഭവങ്ങൾ കഴിച്ചപ്പോൾ എൻ്റെയും മനസ്സ് നിറഞ്ഞു. ഇത്രയും കുറഞ്ഞ പൈസയ്ക്ക് പ്രിയപ്പെട്ടവർക്ക് ഗുണമേന്മയുള്ള ഭക്ഷണം നൽകുന്ന ദാസേട്ടനോട് ഈ നാട് കടപ്പെട്ടിരിക്കുന്നു. ഇനിയും ഒത്തിരി കാലം ആരോഗ്യത്തോടു കൂടി ഈ ജനങ്ങൾക്കിടയിൽ ഭക്ഷണം തയ്യാറാക്കി വിളമ്പി മുന്നോട്ടു പോകാൻ ദൈവം ആയുസ്സും ആരോഗ്യവും ദാസേട്ടന് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. അടുത്ത ഒരു മനോഹരമായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണുന്നത് വരെ ബായ്.